ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതേ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഞങ്ങളിന്നലെ ക്രിസ്മസ് പ്രമാണിച്ച് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഒരു യാത്ര പോയി കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അത് ആ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടോ, അവിടുത്തെയുള്ള പാർക്കുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും കയറി കളിക്കാനുള്ളൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവിടെ ഞങ്ങളുടെ കൂടെ വന്നൊരു ചേട്ടനാട്ടോ ഊഞ്ഞാലാടുന്നു, അതിൽ ചേച്ചിയുണ്ട്. അപ്പോൾ അതേ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോ പാർക്കിലും കയറി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ നല്ല രസമുണ്ട് കേട്ടോ ഊഞ്ഞാലാടാനെല്ലാം. അപ്പോൾ അത് അവിടുത്തെ കാഴ്ചകൾ കണ്ടത് ഞങ്ങളിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി രസിക്കാനത്. അപ്പോൾ അടുത്തതായിട്ട് ഡ്രൈവിംഗ് ബീച്ചാട്ടോ. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് വാഹനം കൊണ്ടുവന്നത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാം കേട്ടോ. അവിടെ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പണ്ട് പായ നെയ്തുകൊണ്ടിരുന്നൊരു പുല്ലില്ലേ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ മാലിന്യമൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമായിട്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ. കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചേറി അവരെ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന ബീച്ചാണിത്. അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പോയാൽ ഇതുപോലെ ഡ്രൈവ് ചെയ്യാം. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കടൽപ്പുറത്തേക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായൊരു കാഴ്ചയല്ലേ. അപ്പോൾ ഇതാ ഇഷ്ടമുള്ള സമയത്ത് പോയി നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഈ സാധാരണ കടപ്പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മണ്ണ് കാരണം ശരിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. വണ്ടി പോകുമ്പോൾ താഴുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല രസമാണ് കാണാനും നമുക്കിത് ആസ്വദിക്കാനും. ഒത്തിരി ആൾക്കാരുണ്ട് പുറത്തുനിന്നൊക്കെ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അതുപോലെ ഗോവയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഹിന്ദിയും അതുപോലെ ഇംഗ്ലീഷും മലയാളം എല്ലാം സംസാരിക്കുന്നത് കേൾക്കാനും നല്ല രസമാണ്. ഐസ്ക്രീമും അതുപോലെ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഭാഗത്ത്, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഭാഗത്ത്, ഡ്രൈവിങ് ചെയ്യുന്ന ഒരു ഭാഗത്ത്, അങ്ങനെ നല്ല രസമായിട്ട് കാണാനില്ല. അപ്പോൾ ഈ കടലിനോട് ചേർന്ന് തന്നെ വാഹനം നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റുന്നതോ കുഴിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഹൈവേ റോഡിൽ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് അതേപോലെ തന്നെ ഇവർ നമുക്ക് വാഹനം ഓടിക്കാം. അപ്പോൾ ഈ ഓണടിക്കുമ്പോൾ തന്നെ ആൾക്കാർ സൈഡിൽ അത്രയ്ക്കും വീതി വിശാലമായിട്ടുള്ള റോഡ് പോലെ തന്നെ കടലോളം വ്യാപിച്ച് കിടക്കുന്നു. അത്രത്തോളം തന്നെ ഈ റോഡിങ്ങനെ തന്നെ ചുറ്റും കിടക്കണം. ഒത്തിരി വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട്. വാഹനം നീങ്ങിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ അതുപോലെ വെള്ളത്തിൻ്റെ തൊട്ട് ചേർന്നിട്ട് പിടിക്കുന്നത്. കാരണം വെച്ചാൽ അത്ര കണ്ട് സ്കൂട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണെന്ന് അറിയാം. ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇതുപോലെ ഇനി അടുത്ത വെക്കേഷനെല്ലാം വരുമ്പോൾ ഒന്ന് മുൻകൂട്ടി പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കണം കണ്ടോ. ഇതുപോലെ വെള്ളത്തിൻ്റെ കടലിനോട് ചേർന്ന് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന തിര വന്ന് ഇപ്പം വേലി ഇറക്കത്തിൻ്റെ സമയമായതുകൊണ്ട് അത്രയ്ക്കും തിരയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പം വലിയ തിരമാല കാണാനിടയായി. കാരണം വേലിയേറ്റം ആ ഒരു സമയം വന്നപ്പോൾ ഭയങ്കര തിരമാല ശക്തമായിട്ട് മുകളിലേക്ക് അടിച്ച് കയറാനൊരു ഇതുണ്ടായി. അപ്പോൾ പിന്നെ ഞങ്ങളത് വേഗം തന്നെ ഡ്രൈവിംഗ് മതിയാക്കി പോകാനുള്ള സെറ്റപ്പെല്ലാം നോക്കി. ഇതാ വാഹനങ്ങളുണ്ട്. അതുപോലെ പലരും ഡ്രൈവിംഗ് പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഡ്രൈവിംഗ് പഠിച്ച് വന്ന് ചെറിയ രീതിയിൽ വണ്ടി എടുക്കുന്നവരുണ്ട്. കാരണം ഇഷ്ടമുള്ള സമയത്ത് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. രാവിലെ കഴിക്കാൻ പോകുന്ന ആൾ പോലും ഉണ്ടാവില്ല കേട്ടോ. വൈകുന്നേര സമയം ആയതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ശരിക്കും വന്നു തുടങ്ങി. ഒരുപാട് ആൾക്കാരായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ആദ്യം ഇത്രയും ആൾക്കാരൊന്നും ഇല്ലാറുണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരെ ആൾക്കാർ വന്ന് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പട്ടം പറക്കുന്നവരുണ്ട്. അതുപോലെ കടലിലിറങ്ങി കുളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് പോലീസ് വാഹനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാരണം ആൾക്കാർ എന്തെങ്കിലും കച്ചറയൊക്കെ കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോലീസ് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. മിലിറ്ററി വാഹനം എല്ലാം. ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പുള്ളിക്കാരന് അങ്ങനത്തെ പേടിയൊന്നും നടുക്കടലിൽ പോകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും സുഖം എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. എങ്കിലിതാ പറഞ്ഞതിൻ്റെ പേരിൽ സൈഡിലേക്ക് വണ്ടി എടുത്താൽ ഇതുപോലെ നമുക്ക് യാത്ര ചെയ്യാം. അത്രയ്ക്കും നല്ല രസമുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാം. അപ്പോൾ പോകാത്തവരാരെങ്കിലും കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ബീച്ച് ഡ്രൈവിംഗ് ബീച്ചാണ്. അവിടെ പോയാൽ നല്ല കാഴ്ചകൾ അതുപോലെ ഡ്രൈവിങ്ങും ചെയ്യാം. നല്ല നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. അത് നമുക്ക് നോക്കാൻ കഴിയില്ല. അടുത്ത ഡോറ് അല്ല ലോക്ക് വെള്ളം നമ്മൾ 2-2.5 കിലോമീറ്ററിലധികം വന്നിട്ട് അതെ അമ്മയും മക്കളും അറിയണം.
അതാ അതിനെ പിടിക്കണ അതാ അതിനെ പിടി. നല്ല രസം. ആ നല്ല അടിപൊളി രസമുണ്ട് അല്ലേ?